നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര റമളാൻ ലഭിച്ചിട്ടുണ്ട്? 9. റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? കരിച്ചു കളയുക. റമളാൻ വ്രതം നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ്? ഹിജ്റ വർഷം 2 ശഅബാനിൽ. റമളാൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 1 തവണ. റമളാനിലെ അമലുകൾ ആകാശഭൂമിക്കിടയിൽ തൂങ്ങിക്കിടക്കും. അത് ഉയർത്താൻ എന്തു വേണം? ഫിത്ർ സക്കാത്ത് നൽകണം. നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിനെ കാണൽ. ഉറക്കം ഇബാദത്താകുന്നു ആരുടെ? നോമ്പുകാരന്റെ. വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച രാവ് ഏത്? ലൈലത്തുൽ ഖദർ. റമളാനിലെ ഓരോ രാത്രിയിലും അല്ലാഹു എത്ര ദാസന്മാരെ നരകവിമുക്തരാക്കും? 6 ലക്ഷം. ക്ഷമയുടെ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മാസം ഏത്? റമളാൻ മാസം. റമളാനിലെ അവസാന 10 ഇഹ്തികാഫ് ഇരിക്കുന്നത് എന്തിനു തുല്യമാണ്? 2 ഹജ്ജ് ഉംറ എന്നതിന് തുല്യം. ബദർ യുദ്ധം നടന്നത് എന്നാണ്? റമളാൻ 17. ബദർ ദിനത്തിൽ അവതരിപ്പിച്ച സൂറത്ത് ഏത്? സൂറത്ത് അൻഫാൽ. മാസപ്പിറവി കാണുകയോ കണ്ടു എന്ന വിവരം ലഭിക്കുകയോ ചെയ്താൽ ദിക്റിന് ശേഷം സുന്നത്തായ സൂറത്ത് ഏതാണ്? സൂറത്ത് മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം കഴിച്ചിരുന്നതിൽ ശ്രേഷ്ഠമായി എടുത്തു പറഞ്ഞത് എന്തായിരുന്നു? ഈത്തപ്പഴം. നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടം ഏത്? റയ്യാൻ. തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ കൊണ്ടുവന്നത് ആരുടെ ഭരണകാലത്താണ്? 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു. നോമ്പിന്റെ ഫർളുകൾ എത്രയാണ്? 2. ഖളാ വീട്ടിൽ സുന്നത്ത് നോമ്പുകൾ ഏതാണ്? ആശുറ നോമ്പ്, അറഫ നോമ്പ്. റമളാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാക്കുന്ന കർമ്മം ഫിത്ർ സക്കാത്ത്. മാസങ്ങളിൽ അല്ലാഹു ഏറ്റവും പവിത്രമാക്കിയ മാസം റമളാൻ. ഇസ്ലാമിക കലണ്ടർ പ്രകാരം എത്രാമത്തെ മാസമാണ് റമളാൻ? 9ാമത്തെ മാസം. റമളാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം ഏത്? തറാവീഹ് നിസ്കാരം. ഫിത്ർ സക്കാത്ത് സുന്നത്തായ സമയം ഏതാണ്? പെരുന്നാൾ നിസ്കാരം തുടങ്ങും മുമ്പ്. സക്കാത്തിന്റെ അവകാശികളെ പറ്റി ഖുർആനിൽ ഏത് സൂറത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? സൂറത്ത് തൗബ. സഹർ എന്നാൽ എന്താണ്? അത്താഴം. സഹർ എന്ന് ഖുർആനിൽ എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്? 12 തവണ. റമളാൻ മാസം നോമ്പിനായി തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഖുർആൻ ഇറങ്ങിയ മാസം ആയതുകൊണ്ട്. ഹിജ്റ 8 റമളാൻ മാസം നടന്ന ഇസ്ലാമിക വലിയ സംഭവം മക്ക വിജയം. തറാവീഹിന്റെ അർത്ഥം എന്ത്? വിശ്രമം. റമളാനിലെ 1ാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? റഹ്മത്ത്. റമളാനിലെ 2ാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? മഗ്ഫിറത്ത്. റമളാനിലെ 3ാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? നരകമോചനം. നോമ്പുകാരന് സുഗന്ധം ഉപയോഗിക്കുന്നതിന്റെ വിധി? കറാഹത്ത്.